കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നഴ്സിംഗ് അസിസ്റ്റന്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിനായി മുറവിളി. കുറ്റിപ്പുറം അമാന ആശുപത്രി നഴ്സിംഗ് ജീവനക്കാരി എറണാകുളം കോതമംഗലം പാലാരിമംഗലം സ്വദേശി അമീനയുടെ ദുരൂഹ മരണത്തെ തുടർന്നാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ആശുപത്രി മാനേജ്മെന്റിന് എതിരെയാണ് പോസ്റ്ററുകൾ. ജൂലൈ 12 ശനിയാഴ്ച രാത്രിയിലാണ് അമീന ആത്മഹത്യ ചെയ്തത്. പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി മിഥിലാജിന്റെ മകളാണ് അമീന. അമീന ജീവനൊടുക്കിയതിന് പിന്നിൽ ആശുപത്രിയിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനമെന്നാണ് ആരോപണം. കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇയാളെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. 2.5 വർഷമായി കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമീന അമിതമായി ഗുളിക കഴിച്ചാണ് ജീവനൊടുക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 3 ജോലിക്ക് വരാതെയിരുന്ന അമീനയെ സഹപ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് ആശുപത്രിക്ക് മുകളിൽ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അമീനയുടെ മരണം സംഭവിക്കുന്നത്. ഈ മാസം 15 ആശുപത്രിയിൽ നിന്ന് വിടുതലിന് ഒരുങ്ങിയ അമീനയ്ക്ക് പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് ജനറൽ മാനേജർ കട്ടായം പറഞ്ഞതായി സഹപ്രവർത്തകർ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ടും വീട്ടുകാരുമായി വീഡിയോ കോൾ ചെയ്ത അമീന അതീവ സന്തോഷവതിയായിരുന്നു. കാരണം 3 ദിവസം കൂടി ഇവിടെ ജോലി ചെയ്താൽ മതിയെന്ന ആശ്വാസത്തിലായിരുന്നു അവൾ. വിദേശത്ത് പോകാൻ പേപ്പറുകൾ റെഡിയാക്കി തന്റെ ആദ്യ ശമ്പളത്തിൽ ഉമ്മയെയും ഉപ്പയെയും ഉംറ നിർവഹിപ്പിക്കണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു അമീന. നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ഈ യുവതി. ജൂലൈ 16 വരെ താൻ ജോലിക്ക് ഉണ്ടാകൂ എന്ന് കാണിച്ച് ജനറൽ മാനേജർക്ക് കത്ത് നൽകിയിരുന്നു. തനിക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ മാനേജർ അമീനയുടെ ജോലിയിൽ കണ്ടെത്തിയതായി പറയപ്പെടുന്ന ഒരു പാകപ്പിഴവിന്റെ പേരിൽ വിശദീകരണം ചോദിച്ചിരുന്നു. ശനിയാഴ്ച വിശദീകരണം നൽകാതെ ജോലി ചെയ്തതിൽ രോഷാകുലനായി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. തുടർന്നാണ് റൂമിൽ ബോധരഹിതയായി കണ്ടെത്തിയത്. ഇതെല്ലാം CCTVയിൽ വ്യക്തമാണ്. കേസിന് പോകാൻ പോലും കഴിയാതെ ആകെ ഞെട്ടലിലാണ് കുടുംബം. ഒളിവിൽ പോയ മാനേജർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ്. മുമ്പും ഇത്തരം നിരവധി പരാതികൾ വന്നിട്ടും അനങ്ങാതിരുന്ന ആശുപത്രി മാനേജ്മെന്റിന് ഒരു നഴ്സിന്റെ മരണം വേണ്ടി വന്നു കാര്യങ്ങൾ ബോധ്യപ്പെടാൻ എന്നത് ഗുരുതരമായ അനാസ്ഥയാണ്. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അമീനയുടെ സഹപ്രവർത്തകർ. ആശുപത്രിയിലെ ജീവനക്കാരെ മാനേജർ മാനസികമായി പീഡിപ്പിക്കുന്നതായി ചില ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. യുവതിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം അമീനയുടെ മൃതദേഹം സ്വദേശത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. എന്തായാലും സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒളിവിൽ പോയ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാണ്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടുണ്ട്.